തിരുവനന്തപുരം കോർപ്പറേഷൻ അനധികൃത സ്പാകൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച് സ്പർശൻ വെൽനസ് എന്ന സ്പാ നഗരസഭ പൂട്ടിയതിനു പിന്നാലെ ക്രോസ് മസാജിംഗ് അനുവദിക്കില്ലെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു. രാവിലെ 24 ചാനലിൽ രാവിലെ ശ്രീകണ്ഠൻ നായരുടെ വാർത്തയിൽ തത്സമയം മേയർ പങ്കെടുത്തിരുന്നു. അതിൽ സ്പാകൾക്കെതിരെയുള്ള നടപടികൾ വിശദീകരിച്ചിരുന്നു. ലൈവ് അവസാനിച്ചതോടെ ശ്രീകണ്ഠൻ നായർ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന കമന്റ് വായിച്ചു. പിന്നെ സംഭവിച്ചത് വീഡിയോയിൽ തന്നെയാണ് മേയർ വി രാജേഷ് നമ്മളുമായി ഇപ്പോൾ പങ്കുവച്ച സംഭാഷണത്തിൽ പറഞ്ഞത്. മേയറോട് പോകുന്നതിന് ഒരു കാര്യം പറഞ്ഞത് സന്തോഷ് കുമാർ ഒരു കമന്റ് ബോക്സിൽ ഒരു കാര്യം പറയുന്നത് തിരുവനന്തപുരം തിരുവല്ല മേഖലകളിൽ 2 ദിവസമായി കുടിവെള്ളം കിട്ടുന്നില്ല. അത് കുടിവെള്ളം എത്തിക്കാൻ കൂടി മേയർ ഒരു നടപടി എടുത്തേക്കണം എന്ന് ഞാൻ പറഞ്ഞു തന്നതോടൊന്നും പറഞ്ഞേക്കും. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 9 മിനിറ്റും 52 സെക്കൻഡും. തിരുവനന്തപുരത്ത് സ്പാ മാനേജറിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന ഒരു യുവതിയുടെ പരാതി. സ്പായിലെത്തിയത് ജോലിക്കായുള്ള ഇന്റർവ്യൂവിന് വേണ്ടിയാണ്. ചിലതൊക്കെ ചെയ്യേണ്ടി വരും. അത് മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തകൾ കാര്യമായി വരുന്നുണ്ട്. ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം, കോർപ്പറേഷന് കുടിവെള്ള പ്രശ്നത്തിലും ഡ്രെയിനേജ് പ്രശ്നത്തിലും ഇടപെടാൻ വേണ്ടി പരിമിതിയുണ്ട്. ഇതൊന്നും തന്നെ ഞങ്ങളുടെ അധികാര പരിധിയിലല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് ഉൾപ്പെടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. 43 കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന വാർഡിലെ കൗൺസിലർമാരും വന്നിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷന് ഒരു പൈസയും കുടിശ്ശികയില്ല. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. വാട്ടർ അതോറിറ്റി പല സ്ഥലങ്ങളിലും പണി നടക്കുന്നത് കൊണ്ട് വാൽവ് പൂട്ടുന്നതാണ് ഈ പ്രശ്നം. അരുവിക്കരയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതിലും വെള്ളം വരുന്നതിലും ഉള്ളൊരു പ്രശ്നമുണ്ട്. ഇതാണ് ഫേസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ പരമാവധി എല്ലാ വാട്ടർ അതോറിറ്റിയും PWDയും സ്മാർട്ട് സിറ്റിയും ഒക്കെ സഹകരിച്ചുകൊണ്ട് അതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഇഷ്യൂ ആണ്. വാട്ടർ അതോറിറ്റിയായിട്ട് നിരന്തരം ചർച്ചകൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വി രാജേഷ്. അദ്ദേഹം ഇപ്പൊ തന്നെ ഒന്ന് ഇടപെട്ടതാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഈ തിരുമല ഭാഗങ്ങളിലൊക്കെ തന്നെ കുടിവെള്ളം കിട്ടാനില്ല എന്ന്, തിരുവനന്തപുരത്തെ തിരുമല അതുപോലുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങുന്നു എന്നുള്ള പരാതി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അപ്പൊ തന്നെ പെടുത്തി. അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ റിപ്ലൈ കിട്ടി. താങ്ക് യു തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ്.